കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന മിത്ര ആകപ്പാടെ വിഷമിച്ച് മുറി വന്നിരിക്കുവാണ്. ഈ സമയത്ത് ആര്യനും അങ്ങോട്ടേക്ക് വരുവാണ്. ആര്യം വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേന് മിത്ര വിഷമിച്ചിരിക്കുന്ന കണ്ടു. ആര്യന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി. കാരണം ട്യൂഷന്റെ കാര്യമാണ്. മിത്രയ്ക്ക് നന്ന വിഷമമായിട്ടുണ്ട്. പാവം മിത്ര എത്രയൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും ട്യൂഷൻ എടുക്കാനായിട്ട് തുടങ്ങിയത്. എല്ലാം മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞില്ലേ അച്ഛൻ. അതൊക്കെ ഓർത്തപ്പോ ആര്യനും വിഷമമായി. പിന്നീട് ആര്യം വന്നിട്ട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കാം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആര്യ. എനിക്ക് ആകെപ്പാടെ സങ്കടമായിപ്പോയി. ഞാൻ ഒരിക്കലും അങ്കിളിനോട് പറയണ്ടെന്ന് കരുതിയിട്ടൊന്നുമില്ല. പറയണമെന്ന് കരുതി, പക്ഷെങ്കിൽ ആ സമയത്ത് അത് പറയാൻ പറ്റിയില്ല. എന്റെ തെറ്റ് തന്നെയാ. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. എന്നെക്കാളും കൂടുതൽ ചീത്ത ഇട്ടത് ആരിനല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. അതാണോ കാര്യം? അതെ, എന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. മിത്ര വന്നിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ. മിത്രയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിപാടില്ല. പക്ഷെ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ സങ്കടമൊന്നും തോന്നില്ലെന്ന് പറയാ. എനിക്കറിയാലോ അച്ഛൻ എന്തൊക്കെ പറയില്ല എന്നുള്ള കാര്യം. ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ലെന്ന് പറയും. എന്നാലും അങ്ങനെയൊക്കെ അങ്കിളിന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അത് മാത്രല്ല 4 കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല കാര്യമല്ലേ. അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അച്ഛനും മനസ്സിലാവണമെന്നില്ലല്ലോ. അച്ഛന്റെ സ്വഭാവം അറിയാൻ മേലാച്ചിട്ടാ. നമ്മളെല്ലാരും ചിലപ്പോൾ നല്ല എന്ന് പറയുന്ന കാര്യം അച്ഛൻ ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ നമ്മളെല്ലാരും കൊള്ളത്തില്ലെന്ന് പറയുന്ന കാര്യമായിരിക്കും അച്ഛന് ഇഷ്ടപ്പെടുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാന്ന് പറയണം. അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയാം. എന്നാലും എനിക്കെന്തോ എന്റെ മനസ്സിൽ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അറിയാവോ. ഒരുപക്ഷെ ഇപ്പൊ 6000 രൂപയിൽ ആരിന് കൊടുക്കാൻ പറ്റിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാസം ഒരു 8000 രൂപ കൊടുക്കണമെങ്കിൽ കുറച്ച് കുട്ടികൾ കൂടെ ട്യൂഷൻ എടുക്കുവാണെങ്കിൽ എനിക്ക് കുറച്ച് പൈസ തരാമെന്നുള്ള ആരിന് അടുത്ത മാസം മുതൽ. അങ്ങനെയാണ് നല്ല കാര്യം എല്ലാവരും ചോദിക്കും. ഇത് കേട്ടപ്പോൾ ആരും ചോദിച്ചു, എത്ര കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്? അത് പിന്നെ 2 പിള്ളേരുണ്ടെന്ന് പറയണം. 2 പിള്ളേര് അങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുട്ടിക്ക് എത്ര കിട്ടും? ഒരാൾക്ക് 300 രൂപ, ഒരാൾക്ക് 250 രൂപ. അത്രയും പൈസയല്ലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്താവാനാന്ന് ചോദിക്കുക. അതല്ല, ഞാൻ നോക്കിക്കഴിയുമ്പോൾ ഇപ്പൊ 2 പേരേ ഉള്ളൂ. പിന്നെ ഈ കുട്ടികൾക്കൊക്കെ നല്ല പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് കഴിയണമെങ്കിൽ പിന്നെ അറിഞ്ഞു കേട്ട് കുറെ കുട്ടികൾ വരും. അങ്ങനെ 10-20 കുട്ടികളായി കഴിയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ എത്ര രൂപ കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരിനെ സഹായിക്കാൻ പറ്റില്ലേ? ഓ, അപ്പൊ സ്വപ്നം കാണുമായിരുന്നല്ലേന്ന് ചോദിക്കും. പിന്നല്ലാതെ എന്റെ പ്രതീക്ഷയായിരുന്നു അതൊക്കെ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്റെ അടുത്തേക്ക് കുട്ടികൾ വരും, പഠിക്കാൻ വരുമെന്നൊക്കെ. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം അങ്കിള് തല്ലിക്കെടുത്തില്ലേന്ന് ചോദിക്കും. അത് ഓർത്തിട്ട് ഇനി ടെൻഷൻ അടിക്കണ്ട. തൽക്കാലത്തേക്ക് ആ കേസ് അങ്ങോട്ട് വിട്ടാരേ. ഇപ്പം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്ക്. പിന്നെ എനിക്ക് ഏതെങ്കിലും സമയത്ത് പറ്റില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ ഞാൻ പറയും. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി, എന്തേലും ഒരു ജോലി ചെയ്ത്. അതുവരെ ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരണ്ട. തൽക്കാലത്തേക്ക് ഞാൻ ആണൊരുത്തനുണ്ടല്ലോ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ ആര്യം പറയണം. ഇത് കേട്ടപ്പോൾ മിത്ര, എന്നാലും ആര്യ ഒരെന്നാലും ഇല്ല, ടെൻഷൻ അടിക്കാതിരിക്കുക, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ആരിനെ അങ്ങനെ മിത്രനെ ആശ്വസിപ്പിക്കണം. ആരിനറിയാം മിത്രയുടെ മനസ്സ് എത്രമാത്രം വിങ്ങുന്നുണ്ട്. കാരണം തന്റെ വേദനയാണ് അവൾക്ക് പ്രധാനം. താൻ വേദനിക്കുന്ന കാണുമ്പോൾ അവൾക്ക് സങ്കടം വരും. അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാന്ന് ആരിനറിയാം. അതുപോലെ തന്നെ തിരിച്ചും മിത്രയ്ക്കും അറിയാം ആരിനെ തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതാണ് അങ്കിള് ട്യൂഷന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ട് അവള് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ആരിനോട് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. എങ്കിലും തന്നെ രക്ഷിക്കാനായിട്ടാണ് ആര് ശ്രമിച്ചെന്നുള്ള കാര്യം മിത്രയ്ക്കറിയാം. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ആരിന് എന്ത് ചെയ്യുവാണ്, ബൈക്കൊക്കെ ഒന്ന് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ശ്രീദേവി ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീദേവി അതൊന്ന് നോക്കി. പിന്നീട് പറഞ്ഞു, ഈ ബൈക്ക് കൂട്ടുകാരന്റെ ബൈക്ക് അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അതെ. അല്ല, ആനന്ദേട്ടൻ പറഞ്ഞായിരുന്നു പറയാ. ആനന്ദേട്ടൻ പറഞ്ഞോ? അതെ. അല്ല, ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇടയ്ക്ക് ആനന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞ ബൈക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞാന്ന് പറയണം. എന്ത് പറഞ്ഞു? അല്ല, അച്ഛനോട് പിണങ്ങി, അച്ഛൻ ബൈക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് അച്ഛനോട് പിണങ്ങിയിട്ട് കൂട്ടുകാരന്റെ വണ്ടി ഇപ്പം ആരിന് ഉപയോഗിക്കണേന്ന്. അത് കേട്ടപ്പം ആര്യം പറഞ്ഞു, അതെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബൈക്കാന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രീദേവി ചോദിച്ചു, എന്തിനാ ആര്യം ഇങ്ങനെയൊക്കെ? ഒരു പക്ഷെ അച്ഛനോടൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അച്ഛനോട് സോറി പറഞ്ഞിട്ട് അച്ഛാ ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല, ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അത് വണ്ടി എടുത്താൽ പോരായിരുന്നോ? ഇത്ര വാശി പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടതും ആരും ഒരു നിമിഷം ഒന്ന് നോക്കി ശ്രീദേവിനെ. പിന്നീട് ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഓ, ഞാൻ സോറി പറയണല്ലേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയണ. എന്തായാലും അങ്ങനെ പറഞ്ഞേ? അച്ഛനല്ലേ, അച്ഛന്റെ മുന്നിൽ താണു കൊടുത്തുന്നോർത്ത് എന്താ കുഴപ്പമിരിക്കണേ? അതൊന്നും കുഴപ്പമില്ല ശ്രീദേവി എടുത്തി. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ബൈക്ക് കൂട്ടാൻ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ പുതിയ ബൈക്ക് വാങ്ങും. അതിന് അച്ഛനോട് സോറി പറഞ്ഞിട്ട് അച്ഛന്റെ കയ്യിലിരിക്കുന്ന വണ്ടി വാങ്ങിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയണം.
ഇത് കേട്ടപ്പം ശ്രീദേവി ഒന്നും ഇങ്ങനെ നോക്കി ആര്യനെ. കാരണം താൻ ഉദ്ദേശിച്ച പോലെയല്ല ആര്യൻ പെട്ടെന്ന് പിടിതരുന്ന കൂട്ടത്തിലല്ലെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി. പിന്നീട് പറഞ്ഞു, പിന്നെ ശ്രീദേവി അടുത്ത് ആ ചെയ്ത അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞത്. എന്ത് പറഞ്ഞേ? ഞാനിപ്പം ബൈക്കിന്റെ കാര്യം പറഞ്ഞ് ആര്യന് ഇഷ്ടപ്പെട്ടില്ലേ, അതാണോന്ന് ചോദിക്കുക. അതല്ല. പിന്നെയോ മിത്രയുടെ ട്യൂഷന്റെ കാര്യം അച്ഛനോട് പറഞ്ഞു കൊടുത്തേ. പെട്ടെന്ന് ശ്രീദേവി ഞെട്ടി. ദൈവമേ, ആര്യൻ ഇത് കേട്ടോ? ആര്യൻ എങ്ങനെ അറിഞ്ഞെന്നൊരു ചിന്തയാ മനസ്സിൽ വന്നേ. അല്ല, അത് പിന്നെ ആര്യൻ ഞാൻ ബാലച്ചൻ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞ. അതെ, ശ്രീദേവിയത്തേക്ക് ഇതിനകത്ത് എന്താ കാര്യം? ഒരു ബന്ധമില്ലാത്ത കാര്യമല്ലേ? ശ്രീദേവി അടുത്ത് സമ്മതിക്കുന്ന കാര്യമല്ലല്ലോ. പിന്നെ അത് അച്ഛനോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് നിൽക്കും. അതെന്താ ആര്യം അങ്ങനെ പറയണേ? ഞാൻ ഈ കുടുംബത്തിലെ അംഗമല്ലേ? അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ട് കൂട്ടാന്ന് ചോദിക്കാം. അംഗമല്ലാന്ന് ആരും പറഞ്ഞില്ലല്ലോ. ആനന്ദേട്ടൻ വിവാഹം കഴിച്ചപ്പോ ഈ കുടുംബത്തിലെ അംഗമായി. പക്ഷെ ട്യൂഷനുമായിട്ട് ശ്രീദേവി അടുത്തേക്ക് ഒരു ബന്ധമില്ലോ. അതും ഇത്രയും എടുക്കുന്നതല്ലേ? പിന്നെ അതിനകത്ത് എന്തിനാ ശ്രീദേവി അടുത്ത് വേണ്ടാത്ത കാര്യത്തിൽ തലയിടാൻ പോകേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും ശ്രീദേവിയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, അയ്യോ ആര്യ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അങ്ങനെ എങ്ങനെയാ എന്നൊക്കെ പറയണം. ആര്യം പറഞ്ഞു, എന്ത് ഉദ്ദേശിച്ച് പറഞ്ഞാണെങ്കിലും പറഞ്ഞ് ശരിയായില്ല. മേലാല് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തലയിടാതിരിക്കുക. അവനവന്റെ കാര്യം നോക്കുക. അവനവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ശ്രീദേവി അടുത്തേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടാതിരിക്കുക. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുക. ആരിന് ഇച്ചിരി കടുപ്പിച്ച് തന്നെയാ പറയണേ. കാരണം മിത്രയുടെ സങ്കടം അത് ആരിന് സഹിക്കുമോ? പോരാത്തിന് എരിപരി ഏറ്റി കൊടുത്താണ് ശ്രീദേവി എന്നുള്ള കാര്യം ആരിന് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് ആരിന് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ ശ്രീദേവി മുഖത്തടിയേറ്റോലെ ഇരിക്കണം. ദൈവമേ, ആകെപ്പാട് ഇതായല്ലോ. ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ എന്നൊരു എത്തും പിടിയും കിട്ടിയില്ല. ഇത്രയ്ക്ക് ആരിനെങ്ങനെ കടന്നു പറയുന്ന ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ശ്രീദേവിയുടെ വിചാരം താൻ വലിയ ഏട്ടത്തേമയാണ്. താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിനെ അനുസരിക്കും, ആരിനെല്ലാം കേട്ടോണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു നിമിഷം കൊണ്ട് അതെല്ലാം തകിടം മറിഞ്ഞു പോയത്. ആരിന്റെ സ്വഭാവം ശ്രീദേവിക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. ആരിന് ആരോടാണെങ്കിലും പറയാനുള്ള കാര്യം നല്ല വ്യക്തതയോടെ മുഖത്ത് നോക്കി പറയും. അതിപ്പം ബാലനെന്നോ ഗോമതിന്നോ അല്ലെങ്കിൽ ആരാന്നില്ല. പ്രായത്തിന് മൂത്താണെങ്കിലും ശരി, ഇളയതാണെങ്കിലും ശരി, തെറ്റാന്ന് തോന്നുന്ന കാര്യം തെറ്റാന്ന് മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്യും. അപ്പൊ ആരിന്റെ സ്വഭാവം ശ്രീദേവിക്ക് അപ്പം നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ശ്രീദേവിക്ക് ആകെപ്പാടെ ഒരു വിഷമമായിപ്പോയി. പിന്നീട് രാവിലെ ഓഫീസിലേക്ക് ട്രെയിനിങ്ങിന് പറഞ്ഞിട്ട് തുടങ്ങുവാണ് മീനാക്ഷി. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് മീനാക്ഷിക്ക് കോൾ വന്നു. മീനാക്ഷി കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ആകാശിനോട് വന്നിട്ട് പറഞ്ഞു, അതെ ഇന്ന് ഉച്ച വരെ ട്രെയിനിങ് ഉള്ളെന്ന് പറയാണ്. എന്താ അങ്ങനെ? അല്ല, ഇത് തീരുന്ന ദിവസമല്ലേ, അത് ഉച്ച വരെ ഉള്ളെന്ന് പറയാണ്. കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞ് കറങ്ങാൻ പോകല്ലേ എന്ന് ചോദിക്കണം. കറങ്ങാൻ പോയ തന്നെ. അപ്പൊ ഇന്ന് ആകാശിന് ജോലിയില്ലേന്ന് ചോദിക്കണം. അച്ഛൻ കുറെ ജോലികളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അത് ഉച്ചയാകുമ്പം തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോകാന്ന് പറയണം. ഉച്ചയാകുമ്പം തീരും പോകാന്ന് പറയണ്ട. ആകാശിന് ജോലി കഴിഞ്ഞിട്ട് എപ്പോഴാ സമയം കിട്ടുന്നേ? അപ്പൊ തൊട്ട് വൈകുന്നേരം വരെ ബസ്സിന്റെ ആ സമയം വരെ. അതങ്ങനെ പറഞ്ഞാൽ പോരെ നിൽക്കും. വേണ്ട, കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ഇന്ന് നമ്മൾ എന്തായാലും പുറത്തിയാടുമെന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, നടന്നത് തന്നെ. പെട്ടെന്ന് ആകാശ് ചോദിച്ചു, നിന്റെ മനസ്സിലെ ഐഡിയകൾ എന്താ? ഇന്ന് എന്താ പ്ലാൻ എന്ന് ചോദിക്കണം. അത് പിന്നെ ആകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ, ആകാശിനെ അറിയാവുന്ന ഏതോ ഒരു ഫ്രണ്ട് നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. അവിടെ പോയി ഫുഡ് കഴിക്കണം, പിന്നെ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കിറങ്ങി കാണണം, പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ആകാശ് ഡ്രസ്സ് എടുക്കാനോ? എല്ലാവർക്കോ? അതെ, എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. അമ്മയ്ക്ക് എടുക്കണം, അച്ഛനെടുക്കണം, എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം എന്ന് പറയാം. നല്ല കളിയായിപ്പോയി. ആകെപ്പാടെ 1000 രൂപ അച്ഛൻ തന്നുവിട്ടെ. അതിനകത്ത് 200 രൂപ ഇന്നലെ തീർന്നു. ഇനിയുള്ളത് 800 രൂപയാ. അതുകൊണ്ട് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് നിൽക്കും. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, പൈസയുടെ കാര്യം ഓർത്തിട്ടാണോ ആകാശിന് ടെൻഷൻ? അതിന്റെ ആവശ്യമില്ല. പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒന്നുമില്ലേലും ഞാനൊരു ജോലിക്കാരിയില്ലേ, പൈസയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതോർത്ത് പേടിക്കണ്ട. എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, എന്നാലും ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കും ആകാശിന് ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. നോക്കിയപ്പം ബാലനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ദൈവമേ, പണി പാളിയിലോ. ഈ അച്ഛൻ എന്തിനാ ഈ സമയത്ത് വിളിച്ചോണ്ടിരിക്കുന്നത്? തനിക്കിട്ടുള്ള പണി തരാനായിരിക്കും. ആരും പറഞ്ഞ കാര്യം ഓർത്ത് ഫോൺ എടുക്കല്ലെന്ന്. കോൾ എടുത്തില്ല. മീനാക്ഷി ചോദിച്ചു, എന്താ കോൾ എടുക്കാത്തെ? ഒന്നുമില്ല എന്ന് പറയണം. വീണ്ടും അടിച്ചു. അത് കസ്റ്റമർ കെയറിൽ നിന്നാന്ന് പറയണം. കസ്റ്റമർ കെയർ എന്നോ? അതേന്ന് പറയണം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും മീനാക്ഷിയോട് ആര്യം പറഞ്ഞു, ആകാശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ കൊണ്ടുപോയി വിടാന്ന് പറയണം. ഓഫീസിനെ അങ്ങോട്ട് കൊണ്ടുപോയി വിടാന്ന് പറയാം. ട്രെയിനിങ്ങിൽ നടക്കുന്ന സ്ഥലം വരെ ഞാനും കൂടെ വരാമെന്ന് പറയണം. അപ്പോഴേക്കും വീണ്ടും ഫോൺ ബെല്ലടിച്ചു. ആ സമയം മീനാക്ഷി പറഞ്ഞു, കോൾ അറ്റൻഡ് ചെയ്യുക, ഈ കസ്റ്റമർ കെയർ ആണ്, അവരോട് സംസാരിച്ചിട്ട് ഇറങ്ങി വാ, ഞാൻ താഴെ നിൽക്കാന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ കോൾ എടുത്തു. അവസാനം ബാലൻ ചോദിച്ചു, നീ എന്താടാ കോൾ എടുക്കാത്തെന്ന് ചോദിക്കുക. അത് പിന്നെ അച്ഛാ, ഞാൻ കണ്ടില്ല, ഫോൺ സൈലന്റ് ആയിരുന്നു പറയണം. എപ്പോഴും ഫോൺ കൈ പിടിച്ചോണ്ട് നടക്കുന്ന നീ കോള് കണ്ടില്ല പോലും. അല്ല, നിന്നെ പറഞ്ഞ ജോലിയൊക്കെ ഇന്ന് ചെയ്ത് തീർക്കുമെന്ന് ചോദിക്കാം. അത് പിന്നെ അച്ഛാ, ഞാൻ എന്താടാ കാര്യം? അല്ല, ഉച്ചയ്ക്ക് മുമ്പ് തീരുവോ? അത് തീരുവോ തീരുവല്ലോ, നീ പോയി ചെയ്താലേ അറിയത്തുള്ളൂ.
അല്ലച്ചാ ഇത് ചെയ്യണമെന്ന് നിർബന്ധമാണോ? പിന്നല്ലാതെ ചെയ്തിട്ട് നീ കൂടെ വന്നാൽ മതി എന്ന് പറയണം. ആകാശന് ആ പാട്ട് ടെൻഷനായിപ്പോയി. എന്റെ ദൈവമേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ആകാശ് പറഞ്ഞു, അല്ലച്ചാ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് വേണ്ട വേറെ വല്ല ജോലിയുണ്ടോ? നീ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കും. ഞാൻ റൂമിലാ. എന്നാ പറഞ്ഞ ജോലി അങ്ങോട്ട് ചെയ്താൽ മതി. പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലിനെ കൂടെ കോള് കട്ട് ചെയ്യുമ്പോഴത്തേനും ആകാശം ആ പടം വിറഞ്ഞു കയറി. എന്നെ ചെയ്യാനാന്ന് പറ. പിന്നീട് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേനും മീനാക്ഷി ചോദിച്ചു, എന്ത് പറ്റി മുഖം വല്ലായിരിക്കണേ? ഒന്നുമില്ല എന്ന് പറയണേ. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. ഒന്നുമില്ല എന്ന് പറയണേ. എന്നാ ശരി നമുക്ക് പോവാന്ന് പറയണേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ടാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ആയിട്ട് ആനന്ദിന്റെ അടുത്തേക്ക് ശ്രീദേവി ചെല്ലുന്നത്. ശ്രീദേവി എന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറയുമ്പോഴത്തേനും ആനന്ദ് ശ്രീദേവിയുടെ മുഖം ശ്രദ്ധിച്ചും ഭയങ്കര വല്ലാതിരിക്കുന്നു. എന്താ കാര്യം എന്നൊക്കെ തിരക്കിയിട്ട് ശ്രീദേവി ഒന്നും പറയാൻ കൂട്ടാക്കില്ല. പിന്നെ പറഞ്ഞു എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ആര്യന് തന്നെ ചീത്ത പറഞ്ഞെന്നൊക്കെ പറയണേ. അങ്ങനെ ആരിനെയും തമ്മിൽ തെറ്റിക്കാനായിട്ടൊരു ശ്രമം അവിടെ ശ്രീദേവി നടത്തുവാണ്. തന്നെ ചീത്ത പറഞ്ഞു, ഞാൻ ട്യൂഷന്റെ കാര്യം പറഞ്ഞതിന് തന്നെ ചീത്ത പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ആനന്ദേട്ടൻ ആരിനോട് ചോദിക്കണം എന്നൊക്കെ പറയണം. പക്ഷേങ്കിൽ ആനന്ദ് പറഞ്ഞു, അതെങ്ങനെയാ ഞാൻ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആ വീട്ടിലൊരു വില നില ഉണ്ടാവണമെങ്കിൽ ചോദിക്കണം. അല്ലെങ്കിൽ ഞാൻ ഏട്ടത്തിയമ്മയല്ലേ, എന്നോട് അങ്ങനെയൊക്കെ അവന് പറയാൻ കൊള്ളാവോ? അങ്ങനെയൊക്കെ പറയുവാണ്. അവസാനം ആനന്ദ് ചോദിക്കാന്നൊക്കെ പറയണം. പക്ഷെ ആനന്ദിനറിയാം ഒരിക്കലും കാര്യമില്ലാത്ത കാര്യത്തിന് ആരും കയറി ഇടപെടത്തില്ലാന്ന്. അവൻ അത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണുമെന്നറിയാം. പക്ഷെ ശ്രീദേവിക്ക് അറിയത്തില്ലോ ആനന്ദും ആര്യനും അവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താന്നുള്ള. ഇന്നലെ കയറിയെന്ന് അവളുടെ വിചാരം താൻ പറഞ്ഞ ഉടനെ അങ്ങോട്ട് ആനന്ദ് പോയി ആരിനോട് ചോദിക്കും, മേലാലി അങ്ങനെ പറയരുത്, അങ്ങനെയൊക്കെയാന്ന് ശ്രീദേവിയുടെ വിചാരം. പക്ഷേങ്കിൽ ആനന്ദ് അങ്ങനെയല്ലെന്നുള്ള കാര്യം പിന്നീടാണ് ശ്രീദേവിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.